Hi friends, welcome back to the channel All About Cars. All About Carsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ടൊയോട്ടയുടെ ഹാച്ച്ബാക്ക് മോഡലായ ഇറ്റിയോസ് ലിവയുടെ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. 2010 നവംബറിലാണ് ഇറ്റിയോസ് എന്നൊരു മോഡൽ ടൊയോട്ട ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സെഡാൻ കാറായ ഇറ്റിയോസ് ഇറങ്ങിയതിന് ശേഷം ജൂൺ 2011 ഹാച്ച്ബാക്ക് കാറായ ഇറ്റിയോസ് ലിവ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇറ്റിയോസും അതുപോലെ തന്നെ ഇറ്റിയോസ് ലിവയ്ക്കും 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ഇന്ത്യൻ നിരത്തുകളിൽ നിലവിലുണ്ടായിരുന്നത്. ഈ രണ്ട് എഞ്ചിനും മാനുവൽ ഗിയർ ബോക്സാണ് ടൊയോട്ട ഇന്ത്യയിൽ നൽകിയിരുന്നത്. ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസാണ് എത്തിയോസും അതുപോലെ തന്നെ എത്തിയോസ് ലിവയും. 2020 ഈ രണ്ട് മോഡലുകളുടെയും പ്രൊഡക്ഷനും അതുപോലെ തന്നെ വിപണനവും ടൊയോട്ട ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് യാരിസ് എന്നുള്ളൊരു സെഡാൻ മോഡൽ ടൊയോട്ട ഇറ്റിയോസിൻ്റെ പിൻഗാമിയായും ഗ്ലാൻസ എന്ന മോഡൽ ഇറ്റിയോസ് ലിവയുടെ പിൻഗാമിയായും ടൊയോട്ട ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 2014 2016 ഈ രണ്ട് മോഡലുകൾക്കും ചെറുതായിട്ടുള്ള മോഡൽ ചേഞ്ചസും ഫേസ് ലിഫ്റ്റും വന്നിരുന്നു. അത്തരത്തിലുള്ള മോഡൽ ചേഞ്ച് വന്നൊരു എറ്റിയോസ് ലിവയാണ് നമ്മളിവിടെ ഇന്ന് റിവ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ സെയിലിന് വന്നിരിക്കുന്നതും. നമ്മൾക്ക് ഇന്നത്തെ സെയിൽ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് വണ്ടിയുടെ ടയറിൽ നിന്ന് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് സൈഡ് ഫ്രണ്ട് ടയറാണ്. ഏകദേശം ഒരു 5000 കിലോമീറ്ററൊക്കെ മാക്സിമം 5000 ടു ഒരു 6000-7000 കിലോമീറ്ററൊക്കെ ഓടാനുള്ള ഒരു ടയർ കണ്ടീഷനുള്ളൂ. റൈറ്റ് സൈഡ് റിയർ ടയർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പുതിയ ടയറാണ് നമുക്ക് റൈറ്റ് സൈഡ് റിയറിലുള്ളത്. ഓൾമോസ്റ്റ് ഒരു പുതിയ ടയറാണ്. ട്രെഡും കാര്യങ്ങളൊന്നും വലിയ അണക്കോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു ടയറാണ്. ലെഫ്റ്റ് സൈഡ് റിയർ ടയർ നമുക്ക് നോക്കുകയാണെങ്കിലും ലെഫ്റ്റ് സൈഡ് റിയർ ടയറും നമുക്ക് ആ ഒരു റൈറ്റ് സൈഡ് റിയർ ടയർ വരുന്ന സെയിം ടയർ കണ്ടീഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു പുതിയ ടയറാണ്. ട്രെഡും കാര്യങ്ങളൊന്നും വലിയ അനക്കോ കാര്യങ്ങളോ സംഭവിക്കാത്ത ടൈപ്പ് ഒരു ടയർ തന്നെയാണ്. അതായത് ബാക്കിൽ കിടക്കുന്ന രണ്ടും ഓൾമോസ്റ്റ് ഒരു പുതിയ ടയേഴ്സാണ്. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയർ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു ആവറേജ് ടയർ കണ്ടീഷനാണ്. മാക്സിമം ഒരു 5000 ടു ഒരു 6000 കിലോമീറ്റേഴ്സൊക്കെ ഓടാനുള്ള ഒരു ട്രെഡ് കണ്ടീഷനാണ് നമുക്ക് നിലവിലുള്ളത്. നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ്, ബോഡി കണ്ടീഷൻ, ബോഡി ക്വാളിറ്റി, എക്സ്റ്റീരിയർ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KL46 ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ റൈറ്റ് സൈഡ് ബമ്പറിൻ്റെ കോർണറിലായിട്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. മിനിമം ഒരു ബമ്പറിലെങ്കിലും സ്ക്രാച്ച് ഇല്ലാത്ത വണ്ടികൾ അപൂർവമായിരിക്കുള്ളൂ. ബമ്പറാണെങ്കിൽ ഒരു മിക്ക വണ്ടിക്കും സ്ക്രാച്ചസ് ഉണ്ടാവും. ഒരു 80% വണ്ടിക്കും ബമ്പറിൽ സ്ക്രാച്ച് ഉണ്ടാകും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒരു സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് ഫെൻഡറിലോ അതുപോലെ തന്നെ ഹുഡിലോ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയറിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ഡെൻ്റ് ഉണ്ട്. നമുക്ക് ആ ഡോറ് ഫുള്ളായിട്ട് ഡെൻ്റ് നിവർത്തിയിട്ട് പെയിൻറ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡോർ ട്രിമും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. റീപ്ലേസിങ് ഇല്ല. ഒറിജിനൽ ഡോറും ഡോർ ഗ്ലാസും തന്നെയാണ്. ഡോർ ട്രിമൊക്കെ വളരെ മനോഹരമായി തന്നെയാണ്. സെക്കൻഡ് ഡോറും അതുപോലെ തന്നെ റീപെയിൻറ്റിങ്ങോ അതുപോലുള്ള വലിയ കാര്യങ്ങളോ ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സ്ക്രാച്ച് ഉണ്ട് നമ്മൾക്ക്. സെക്കൻഡ് ഡോറിൽ ഒരു സ്ക്രാച്ചും ഒരു ഡെൻറ്റും ഉണ്ട് നമ്മൾക്ക്. ലെഫ്റ്റ് സൈഡിലെ രണ്ട് ഡോറും നമ്മൾക്ക് പെയിൻറ് ചെയ്തെടുക്കേണ്ടി വരും. നമുക്ക് ക്വാർട്ടർ പാനലിൽ നോക്കിയാലും ഇവിടെയും മുകളിലും കാര്യമായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഫെൻഡർ ഒഴിച്ച് ബാക്കി 3 പീസും നമുക്ക് പെയിൻറ് ചെയ്യേണ്ടി വരും. അണ്ടർ ബോഡി ആണെങ്കിലും വളരെ നീറ്റാണ്. തുരുമ്പോ അതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫുള്ള് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കേണ്ടി വരും. ഓൾറെഡി നമുക്കൊരു 3 പീസിൽ 3 സ്ക്രാച്ച് ഉണ്ട്. ബാക്കിലെ ഡോർ ഗ്ലാസും ഒറിജിനലാണ്. ഡോർ ട്രിമും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഉള്ളത്.
വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്റ്റീരിയർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യമായിട്ടുള്ളത് നോക്കാം. വണ്ടിയുടെ റിയർ പോർഷനിലായാലും നമ്മൾക്ക് വണ്ടിയുടെ എല്ലാ ബാഡ്ജസും കാര്യങ്ങളും നിലവിൽ അതേപോലെ തന്നെ ഉണ്ട്. ഒന്നും നഷ്ടപ്പെടുകയോ അതുപോലെ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയായിട്ട് നമുക്കൊരു സ്ക്രാച്ച് ഉണ്ട്. ഓൾമോസ്റ്റ് ഡിക്കി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പിന് വരുന്നതും പുതിയ ടയർ തന്നെയാണ്. അതൊരു കമ്പനി ടയർ തന്നെയാണ്. ആ ടയർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡിക്കിയിൽ വേറെ ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. വണ്ടിയുടെ റൈറ്റ് സൈഡും നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് റൈറ്റ് സൈഡിലും കൂടിയുള്ള അപാകതകൾ കാര്യങ്ങളും നോക്കാം. ഓൾമോസ്റ്റ് ബാക്ക് ബമ്പറിൻ്റെ സൈഡിലായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്. ആ ഒരു സ്ക്രാച്ച് നമുക്ക് ഫെൻഡറിലും ചെറുതായിട്ട് ആ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ട്. ഈ ഒരു സ്ക്രാച്ചും കാര്യങ്ങളും നമുക്ക് റബ്ബ് ചെയ്താൽ പോകുന്നതാണ്. വലിയൊരു സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയും നമുക്ക് ഡോർ ട്രിമും അതുപോലെ തന്നെ ഡോറും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോറിന് നമുക്ക് വേറെ ഈ ഒരു സ്ക്രാച്ചും കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റണ്ണിങ് ബോർഡിൽ ഈ ഒരു സൈഡിലായിട്ട് ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് അടിഭാഗം നോക്കുകയാണെങ്കിലും റസ്റ്റോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീനാണ്. ചെളി പോലും ഇല്ല. അത്രയും നീറ്റായിട്ടാണ് വണ്ടി കൊണ്ട് നടക്കുന്നത്. ഫ്രണ്ട് ഡോറും ഡോർ പാഡും വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ്. റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് ഫ്രണ്ട് ഫെൻഡറും നമുക്ക് വേറെ ഡെൻറ്റോ അതുപോലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഈ ഒരു കണ്ടീഷനാണ് വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റി നമുക്ക് വരുന്നത്. ഒന്ന് രണ്ടല്ല 3-4-5 ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് എന്താണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. മറ്റ് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഇത്തിയോസും ആൻഡ് ഇത്തിയോസ് ലിവയ്ക്കും ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ടാണ് മീറ്റർ കൺസോൾ സ്ഥിതി ചെയ്യുന്നത്. 28,322 വണ്ടിയുടെ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റേഴ്സ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് ഡിലേയോ ഏതെങ്കിലും വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ നമുക്ക് ഓണായി കിടപ്പുണ്ടാകുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് ഡിലേ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് തന്നെയാണ്. പെട്രോൾ എഞ്ചിനായത് കാരണം അത്രയ്ക്കും ഒരു സ്മൂത്തായിരിക്കുള്ളൂ. ഡീസൽ വണ്ടീനെ അപേക്ഷിച്ചിട്ട് അത്രയും സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ആയിരിക്കുള്ളൂ പെട്രോൾ വണ്ടി. AC എല്ലാം നമുക്ക് വർക്കിംഗ് ആണ്. ഇൻറ്റീരിയറും വളരെ നീറ്റാണ്. വിത്ത് ഡാഷ്ബോർഡ് ആയാലും വളരെ നീറ്റായിട്ട് തന്നെയാണ് ഡാഷ്ബോർഡ് നിലവിലുള്ളത്. സ്ക്രാച്ചസോ അതുപോലുള്ള പൊട്ടലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഡാഷ്ബോർഡിലില്ല. കസ്റ്റമർ അഡീഷണലായിട്ട് ഈ ഒരു വണ്ടിയിൽ ഒരു ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ബോണറ്റ് പൊക്കി നോക്കാം. ഈ ഒരു സൈഡിലായിട്ടാണ് ബോണറ്റിൻ്റെ സ്വിച്ച് വരുന്നത്, വലിക്കാനുള്ളത്. 4 ഡോർ പവർ വിൻഡോസും വർക്കിംഗ് കണ്ടീഷനാണ് നമ്മൾക്ക് ഈ വണ്ടിയിൽ. 4 വർക്ക് ചെയ്യുന്നുണ്ട്. 4 പവർ വിൻഡോസും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഇൻറ്റീരിയറാണ്. അഡീഷണലായിട്ട് സീറ്റ് കവേഴ്സോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഒരു കമ്പനി സ്റ്റോക്ക് എങ്ങനെയാണോ സീറ്റ് വരുന്നത് ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സീറ്റ്സും അതേപോലെ തന്നെ റൂഫും അതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഉള്ളത്. വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡാഷ്ബോർഡിലായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സീറ്റിൽ ചെറുതായിട്ടൊരു കറയുണ്ട്. നമുക്കൊന്നൊരു ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ പോകാമെന്നുള്ളൂ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ഒരു ഫ്രഷ്നെസ് നിലനിൽക്കാനും ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ എങ്ങനെയാണെന്ന്, എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടോ ചെക്ക് ചെയ്യാം. നിലവിൽ നമുക്ക് എൻജിൻ സൈഡിൽ നിന്ന് വേറെ ഒരു അപാകതയുള്ള ശബ്ദങ്ങളോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ റീപ്ലേസിങ്ങോ കാര്യങ്ങളോ അപകടങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ആവാത്തൊരു വണ്ടിയാണ്. എൻജിൻ സൈഡ് വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. മിസ് ഫയറിങ്ങോ അതുപോലെ തന്നെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ വണ്ടി ഓടിച്ചിട്ടായാലും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതായത് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നൊരു എൻജിനാണ്.
ഇപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, എൻജിൻ കമ്പാർട്ട്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ. അതുപോലെ തന്നെ അണ്ടർ ബോഡിയും ഓക്കെയാണ്. വേറെ ഒരു തട്ടാമുട്ട റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വണ്ടിയാണ്. എക്സ്റ്റീരിയർ ബോഡിയിൽ കാണുന്ന ചെറിയ ചെറിയ പരിക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ വളരെ നീറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. 2016 ഇത്തിയോസ് ലിവ ജി പെട്രോൾ വേർഷൻ മാനുവൽ ട്രാൻസ്മിഷനുള്ള വണ്ടി. സിൽവർ കളർ, സിംഗിൾ ഓണർ, ജെനുവിൻ 28,000 കിലോമീറ്റേഴ്സ് വിത്ത് സർവീസ് ഹിസ്റ്ററി ആൻഡ് സർവീസ് ബുക്ക്, സ്പെയർ കീ ഇത്തരം കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. 4,95,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് കസ്റ്റമർ. ഈ ഒരു വാഹനത്തിന് നിലവിൽ ലോണും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആകും. അത് എത്ര വരെ ലോൺ കിട്ടും, അതിൻ്റെ EMI, ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും, ഈ കാര്യങ്ങളിലെല്ലാം ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഓണറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും വണ്ടി ഏത് ലൊക്കേഷനിൽ അവൈലബിൾ ആകും എന്നുള്ള വിവരവും വണ്ടിയുടെ ഇൻഷുറൻസ്, ടാക്സ്, അതുപോലുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് വായിച്ചു നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായോ അല്ലെങ്കിൽ വാട്സപ്പായോ ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒരു വാഹനം വിൽക്കുവാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിന് യാതൊരു പ്രതിഫലമോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നതല്ല. വണ്ടി നമ്മൾ കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു എക്സാക്റ്റ് കണ്ടീഷൻ വെച്ചിട്ടായിരിക്കുള്ളൂ നമ്മളൊരു വീഡിയോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.